അഡോബി ഫോട്ടോഷോപ്പിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലേയേഴ്സിലെ 8th ടോപ്പിക് ബ്ലെൻഡിംഗ് മോഡ്സ് പാർട്ട് 4. നമുക്കിനി ഇതിൽ വരുന്ന ബാക്കി സെറ്റ് ബ്ലെൻഡിംഗ് മോഡ്സ് കവർ ചെയ്യാം. നെക്സ്റ്റ് സെറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാണ്. Ctrl+J, മാക്കിലാണെങ്കിൽ Command+J പ്രസ് ചെയ്ത് ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ ഏത് ലെയറാണോ അതിൻ്റെ ഒരു കോപ്പി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡുകൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഇരിക്കുന്ന ലെയറിന്, അതായത് നമ്മുടെ ആ ഒരു ഇമേജിന് ഡിഫറെൻറ്റ് ടൈപ്സ് എഫക്റ്റ് കിട്ടും. അതായത് സെയിം ഇമേജ് വെച്ച് തന്നെ നമ്മൾ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് എഫക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ടൊരു കളറിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയാണെന്നുണ്ടെങ്കിലോ ലെയർ ആവശ്യമുണ്ടെന്നില്ല. നമുക്ക് സെയിം ഇമേജിന് യൂസ് ചെയ്യാം, ഡിഫറെൻറ്റ് ഇമേജിന് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ലെയറിൻ്റെയാണോ ബ്ലെൻഡിങ് മോഡ് ചേഞ്ച് ചെയ്യുന്നത് അത് അതിൻ്റെ താഴത്തുള്ള ലെയറിനെ അഫക്റ്റ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഏത് ലെയറൊക്കെ ഉണ്ടോ അതിൻ്റെ താഴെയുള്ള ലെയറിനെ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇതിനൊരു മൾട്ടിപ്ലൈ കൊടുത്തിട്ടുണ്ട്, അതിന് മുകളിലുള്ളതിന് ഓവർലേ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടിലും വരുന്നത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് ലെയേഴ്സിൻ്റെയും ഡിഫറെൻറ്റ് മോഡ്സിൻ്റെയും കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫക്റ്റുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ നമുക്ക് കോൺട്രാസ്റ്റിൻ്റെ സെക്ഷൻ കവർ ചെയ്യാം. കോൺട്രാസ്റ്റിൻ്റെ സെക്ഷനിൽ ആദ്യം വരുന്നത് ഓവർലേ ആണ്. ബേസിക്കലി ഓവർലേ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലെയർ ഉണ്ടല്ലോ, ആ ലെയറിലുള്ള ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് ജസ്റ്റ് കൂട്ടിയിട്ട പോലെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഓവർലേ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ കളറിൻ്റെ ആയാലും ഇതിന് നമ്മൾ ഓവർലേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റും കൂടും, അതിൻ്റെ കൂടെ കളറും ആഡ് ആകും. ഈ റെഡ് കളർ ഇവിടെ ആഡായി അതിൻ്റെ കോൺട്രാസ്റ്റും കൂടി. അതേസമയം ഓവർലേക്ക് താഴെ വരുന്ന സോഫ്റ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഓവർലേയുടെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. ഓവർലേ ചെയ്യുന്ന പോലെ തന്നെ ഇത് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഓവർലേയുടെ അത്രയും ഡ്രാസ്റ്റിക് ആയിട്ടായിരിക്കില്ല ഇൻക്രീസ് ചെയ്യുന്നത്. അതിന് പകരം ചെറിയ രീതിയിലായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഹാർഡ് ലൈറ്റ് ആണ്. ഹാർഡ് ലൈറ്റ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ട് ബ്ലർ ടൂൾ എടുത്തിട്ട് ഇത് മൊത്തത്തിലൊന്നും ബ്ലർ ചെയ്യുകയാണ് ഈ ഒരു ലെയർ. ഇത് നമുക്ക് നോർമൽ മോഡിലേക്ക് വരാം. കണ്ടോ, ഇപ്പം ഈ ഒരു ലെയർ ഞാൻ ബ്ലർ ചെയ്തിട്ടേക്കാണ്. ഇതിന് നമ്മൾ ഹാർഡ് ലൈറ്റ് കൊടുത്തു കഴിയുമ്പോൾ കോൺട്രാസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു ബ്ലർനെസ് വന്നതും അവരവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സോഫ്റ്റ് ലൈറ്റിലാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ആ ബ്ലർനെസ് നമുക്കവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് സോഫ്റ്റ് ലൈറ്റും ഹാർഡ് ലൈറ്റും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് വരുന്ന രണ്ട് ബ്ലെൻഡിങ് മോഡാണ് വിവിഡ് ലൈറ്റും ലീനിയർ ലൈറ്റും. ഇത് കളർ ബേണും ലീനിയർ ബേണും അല്ലെങ്കിൽ കളർ ഡോജും ലീനിയർ ഡോജും പോലെ തന്നെയാണ്. പക്ഷെ അവിടെ ബ്രൈറ്റ്നെസ്സിനെയും സാച്ചുറേഷനെയാണ് എഫക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ കോൺട്രാസ്റ്റിനെയാണ് എഫക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ബ്ലെൻഡിങ് മോഡ് വരുന്നത് പിൻ ലൈറ്റ് ആണ്. പിൻ ലൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഡാർക്കിൻ്റെയും ലൈറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അതായത് ഇവിടെ പിൻ ലൈറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ പോർഷൻ കണ്ടോ, അത് ഓൾമോസ്റ്റ് ഡാർക്കർ മോഡ് കൊടുക്കുന്ന പോലെയാണ് ഇരിക്കുക. അതേപോലെ തന്നെ ബോട്ടം പോർഷൻ ഏകദേശം ലൈറ്റർ മോഡ് കൊടുക്കുന്ന പോലെയാണ് ഇരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാർഡ് മിക്സ് ആണ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു എഫക്റ്റാണ്, ഈ ഒരു രീതിയാണ് ഹാർഡ് മിക്സ് വരുമ്പോൾ വരിക. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമേജിൻ്റെ ഉള്ളിൽ ആകെ 8 കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ട് വരുള്ളൂ. ബാക്കി എല്ലാ കളേഴ്സിനെയും ചേഞ്ച് ചെയ്ത് അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഈ 8 കളേഴ്സിൽ ഒരെണ്ണത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. നമുക്ക് ആ 8 കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊന്ന് സൂം ചെയ്യാം. ഫസ്റ്റ് കളറാണ് വൈറ്റ്, സെക്കൻഡ് ബ്ലാക്ക്, വൈറ്റും ബ്ലാക്കും ഉണ്ടാവും. പിന്നെ വരുന്ന 3 കളർ റെഡ്, ഇവിടെ നിങ്ങൾക്ക് ബ്ലൂ കാണാം, ഗ്രീൻ, അതായത് RGB. അടുത്ത 3 കളറ് സിയാൻ, മജന്ത, യെല്ലോ, CYM. സോ ബേസിക്കലി നമ്മൾ കളർ തിയറിയിൽ പഠിച്ച ബ്ലാക്കും വൈറ്റും പിന്നെ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും മാത്രമേ ഈ ഒരു ഹാർഡ് മിക്സ് എന്ന് പറയുന്ന മോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിരിക്കുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഇൻവെർഷൻ ആൻഡ് ക്യാൻസലേഷൻ മോഡാണ്. ഇതിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ലെയറിൻ്റെ കളറ് അതിൻ്റെ തൊട്ട് താഴെയുള്ള കളറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക. അതായത് സെയിം ഇമേജ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഇമേജിൽ നിന്ന് ആ ഒരു ഇമേജ് തന്നെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഡാർക്ക് ആയിട്ടായിരിക്കും കിട്ടുക. നമ്മളിവിടെ മൂവ് ടൂൾ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യാസം മനസ്സിലാവും. ഇത് ഒരു ഇമേജിൻ്റെ നേരെ മുകളിൽ ആ ഒരു ഇമേജ് ഇരുന്നിട്ട് അവിടെ നിന്ന് കളർ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ബ്ലാക്ക് വരുന്നത്. അതേസമയം വേരിയസ് കളറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഓരോ കളറിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും.
ഇവിടെ ഈ വരുന്ന വാല്യൂ ആണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് ചേഞ്ച് ചെയ്യണ ലെയറിൽ ചിലപ്പോൾ റെഡിന്റെ വാല്യൂ ഒരു 20 ആണെന്ന് വെക്കുക, താഴെ ഉണ്ടായിരുന്ന ലെയറിന്റെ വാല്യൂ 62 ആണെന്ന് വെക്കുക. അപ്പൊ നമ്മൾ ഡിഫറൻസ് കൊടുത്തു കഴിയുമ്പോൾ 62 മൈനസ് 20 എന്ന് പറയുമ്പോൾ 42 ആണ് റെഡിന്റെ വാല്യൂ ആയിട്ട് വരിക. അങ്ങനെയാണ് ശരിക്കും ഡിഫറൻസ് വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ മാത്തമാറ്റിക്കലി ഒരു ലെയറിലുള്ള കളറിന്റെ വാല്യൂവിനെ സബ്ട്രാക്ട് ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു സെക്ഷൻ ബ്ലെൻഡിങ് മോഡ് ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മൾ വലിയ കാര്യമായിട്ട് ബാക്കിയുള്ളത് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യില്ല. ഇപ്പൊ നമ്മൾ സെയിം ഇമേജ് വെച്ചിട്ടാണ് ഇത് കൊടുത്തു നോക്കിയത്. ഡിഫറെന്റ് കളർ വെച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന രീതിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹ്യൂ ആണ്. ഹ്യൂ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത്, അതായത് ലെയറിന്റെ താഴെയുള്ള ഇമേജിന്റെ കളർ എന്ത് തന്നെയാകട്ടെ അതിന്റെ ബേസ് കളർ റെഡ് ആക്കി മാറ്റും. സി, ഇവിടെ ഇപ്പൊ കുറെ ഹ്യൂ ഉണ്ട്. ഇത് ഗ്രീൻ ഹ്യൂ ആണ്, ഇത് റെഡ് ഹ്യൂ ആണ്, യെല്ലോ ഹ്യൂ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഹ്യൂ വരുന്നുണ്ട്. നമ്മൾ റെഡ് ലെയറിന്റെ ഹ്യൂ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്ത് കളർ ഉണ്ടോ ആ കളറിന്റെ ഹ്യൂ ആയിരിക്കും ഇവിടെ വരിക. അതേസമയം നമ്മൾ ബ്ലൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇമേജിൽ എല്ലാ ബേസ് കളറിന്റെയും ഹ്യൂ ബ്ലൂ ആക്കി. നെക്സ്റ്റ് സാച്ചുറേഷൻ ആണ്. മുകളിലത്തത് ഹ്യൂ ആണ് ചെയ്തെങ്കിൽ സാച്ചുറേഷനെയാണ് ചേഞ്ച് ചെയ്യുക. അതായത് ഏത് ലെയർ ഉണ്ടോ അതിലേക്ക് ഇതിന്റെ ഒരു സാച്ചുറേഷൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള വാല്യൂടെ അപ്ലൈ ചെയ്യും. ഈ റെഡിന്റെ സാച്ചുറേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കിലുള്ള കംപ്ലീറ്റ് ഇമേജിന്റെ സാച്ചുറേഷനും കൂട്ടിയിട്ടു. അതേസമയം ഇത് സാച്ചുറേഷൻ 50% ഉള്ളൂ. നമ്മൾ ഇതിന്റെ സാച്ചുറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതിന്റെ അത്രയും ഹൈലി സാച്ചുറേറ്റഡ് ആയില്ല, അതേസമയം കുറച്ചെന്നുള്ള രീതിയിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൂ. അതാണ് വ്യത്യാസം വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കളറാണ്. കളറും ഹ്യൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഹ്യൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ബ്ലാക്ക് കളർ ബ്ലാക്ക് ആയിട്ട് നിന്നു, എക്സ്ട്രീംലി വൈറ്റ് വരുന്നത് വൈറ്റ് ആയിട്ട് തന്നെ നിന്നു. അതായത് ബ്ലാക്കിനും വൈറ്റിനും ഹ്യൂ ഇല്ല, അതായത് അതിൽ കളറിന്റെ പ്രസൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യത്യാസം വരില്ല. അതേസമയം നമ്മൾ കളറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഹ്യൂ ഇല്ലാതെ ഗ്രേഡ് ഏതെങ്കിലും ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ മുകളിലും ഈ ഒരു കളർ അപ്ലൈ ആവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒറിജിനൽ ഇമേജിൽ ഇതൊക്കെ ഗ്രേ ആയിട്ടായിരുന്നു കിടന്നിരുന്നത്, ഇപ്പൊ അതും റെഡ് ആയി. നെക്സ്റ്റ് വരുന്നത് ലൂമിനോസിറ്റി ആണ്. ഇത് ബേസിക്കലി ഒരു കളറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനല്ല, അതേസമയം ഇതിന്റെ ഒരു ലൂമിനസ് വാല്യൂ, ഒരു ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ ഗ്രൂപ്പിന് മാത്രം വരുന്ന സെപ്പറേറ്റ് ആയിട്ടൊരു ബ്ലെൻഡിങ് മോഡ് ഉണ്ട്. അത് പാസ് ത്രൂ ആണ്. അതായത് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന കണ്ടന്റിന്റെ ഒക്കെ ബ്ലെൻഡിങ് മോഡ് പാസ് ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് നോർമൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലെൻഡിങ് മോഡ് അഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് എപ്പോഴും ഇത് പാസ് ത്രൂ ആയിട്ട് തന്നെ ഇട്ട് വയ്ക്കുക. അതെല്ലാം നമുക്കൊരു ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള സാധനത്തിന് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മോഡാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഈ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടും അപ്ലൈ ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പാസ് ത്രൂ കൊടുക്കണം. സോ ഇത്രയാണ് ഡിഫറെൻറ്റ് ബ്ലെൻഡിങ് മോഡുകൾ വരുന്നത്. നമുക്ക് നമ്മുടെ ഇമേജ് എഡിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇതേപോലെ ഇവിടെ മുകളിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എടുത്ത് ഒരു എഫക്റ്റ് കൊടുത്ത് ഔട്ട്പുട്ട് നമുക്ക് എടുക്കാവുന്നതാണ്.